ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, ദോശയും ജ്യൂസും. ഓക്കെ, ആദ്യം ബേസിക് ദോശ ഇടുക. ഓക്കെ, തീ കുറച്ചിടുക, ഏറ്റവും ലോയിലിടുക. ചട്നി ഒഴിച്ച് ഒന്ന് ഇതാക്കുക. മുട്ട പിന്നെ നമുക്ക് കുറച്ച് ഉപ്പിടാം. മുട്ടയിൽ ഉപ്പില്ലല്ലോ. ഓക്കെ, ഒരിത്തിരി ജീരകപ്പൊടിയാണ്. ജീരകപ്പൊടി മുട്ടയുടെ നല്ല കോമ്പിനേഷനാണ്. അപ്പം ഇത്തിരി ജീരകപ്പൊടി കൂടി ഇട്ടിട്ട് ഈ മുട്ട ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് നല്ല ടോപ്പിംഗ് ആക്കി കൊടുക്കുക. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഓണിയൻ കൂടി ഇടാം, പ്രശ്നമൊന്നുമില്ല. നമുക്ക് മൂടി വെക്കാം. സൈഡിൽ നമുക്ക് എന്താണ് എണ്ണ വേണമെങ്കിൽ തൂവി കൊടുക്കാം കുറച്ച്. ഇത് ഓപ്ഷണലാണ്, ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഇങ്ങനെയാണ് മോരുകൊണ്ടിരിക്കുന്നത്. എണ്ണ ഇങ്ങനെ ചുറ്റും ഓടി നടക്കുന്നുണ്ട്, കാണാമല്ലോ. ഒരുപാട് ടൈം എടുക്കും ഇത് ആയി വരാൻ, പക്ഷെ കുഴപ്പമില്ല, വർത്തായിരിക്കും. മൂടി വെച്ചേക്കുക. അപ്പോൾ ദോശ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കാം. മിക്സിയുടെ ജാറൊക്കെ ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ ചെറുതായിട്ടല്ല, അത്യാവശ്യം വലിയ ചങ്ക്സായിട്ട് ഈ തണ്ണിമത്തൻ സ്ലൈസ് ചെയ്ത് മിക്സിയിലേക്ക് ഇടുകയാണ്. നല്ലൊരു മോർണിംഗ് ഡ്രിങ്കാണ്, ഭയങ്കര ഫ്രഷ്നെസ്സാണ്. സമ്മറാണ്, അപ്പം നല്ല രാവിലെ തന്നെ ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ടാക്കാൻ ഈ ജ്യൂസ് രാവിലെ കഴിച്ചാൽ സഹായിക്കും. എല്ലാവരും നമ്മൾ ആഫ്റ്റർനൂണാണ് ജ്യൂസ് കുടിക്കാറ്, പക്ഷേ മോർണിംഗ് ജ്യൂസ് കുടിച്ചാൽ ഭയങ്കര നല്ലതായിരിക്കും. ആ എൻറ്റയർ ഡേ മുഴുവൻ ഫ്രഷ്നെസ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ലൈവായിട്ട് നിൽക്കാൻ നമ്മളെ ഈ ജ്യൂസ് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇങ്ങനെ ഞാൻ ഒറ്റ പീസ് മാത്രമേ എടുത്തുള്ളൂ. ഏകദേശം ഒരു ഗ്ലാസ് ജ്യൂസ് കിട്ടും. ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് വെള്ളം ഒഴിക്കും. പിന്നെ വളരെ കുറച്ച് ഷുഗറും ഇടും. ഒരുപാട് ഷുഗർ ഇടണ്ട, വളരെ കുറച്ച്. അതായത് തണ്ണിമത്തൻ ഓൾറെഡി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, മധുരം ഉണ്ടാവും. പക്ഷേ അതിലേക്ക് നമ്മൾ വളരെ കുറച്ച് ഷുഗർ ആഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു കോഡെന്ന് പറഞ്ഞാൽ തണ്ണിമത്തൻ കൂടുതൽ എടുക്കുക, വെള്ളം അതിൻ്റെ ഒരു 4/1 മാത്രം എടുക്കുക. നമ്മൾ തണ്ണിമത്തൻ എടുക്കുന്ന അളവിൻ്റെ 4/1 മാത്രം വെള്ളം എടുക്കുക. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഹെൽത്തി ആയിരിക്കും, കുറേ ഉണ്ടാവും. എന്നുവെച്ചാൽ നമുക്ക് ഒരുപാട് മധുരം ആഡ് ചെയ്യേണ്ടി വരില്ല.
അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ടാവും. അതായത് വെള്ളം പോലെ ഇങ്ങനെ ഇരിക്കാതെ ജസ്റ്റ് ഒരു ഫെയ്ഡ് കളറിൽ ഇരിക്കാതെ നല്ല തിക്കായിരിക്കും ജ്യൂസ്. ഇനി നമുക്ക് പോയി ദോശ നോക്കാം. ദോശ നല്ല മുറിഞ്ഞ് മണമൊക്കെ വരുന്നുണ്ട്. മുട്ട ഇട്ടാൽ തന്നെ, മുട്ട ഇഷ്ടമുള്ള ആളുകൾക്കറിയാം മുട്ടയുടെ മണം ഒരു സൂപ്പറാണ്. അപ്പം മുട്ട പൊരിച്ചൊരു മണമുണ്ട്. അങ്ങനെ ഞാൻ പുറത്ത് വന്നിരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ഒരു ഔട്ട്ഡോർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചു. തണ്ണിമത്തൻ ജ്യൂസ് കാണാൻ നല്ല തിക്നെസ് നമുക്ക് കാണാം, വിസിബിളാണ്. ഇത് നമ്മുടെ എഗ് ദോശ. എഗ് ദോശ രണ്ട് സൈഡും മറിച്ചിട്ടുകൊണ്ട് തന്നെ നല്ല വെന്തിട്ടുണ്ട്, വേവാത്ത പ്രശ്നമൊന്നുമില്ല. ഇത് മറിഞ്ഞു പോയില്ലെങ്കിൽ നല്ല അന്തസ്സായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. മറിഞ്ഞു പോയാൽ ആരുടെയെങ്കിലും താഴെ നിൽക്കുന്നവരുടെ തലയിൽ വീഴും, അവരെ കയറി വരും, പ്രശ്നം ഉണ്ടാക്കും. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ലൈറ്റാണ്, എന്നാൽ ഭയങ്കര ബാലൻസ്ഡ് ആണ്. സോ ഇതെൻ്റെ ചുറ്റുവട്ടമാണ്. നല്ല ഞാനത് കഴിച്ചു നോക്കി. ശരിക്കും ഇതിന് ചമ്മന്തിയുടെ ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ ചമ്മന്തി ഇതിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തണ്ണിമത്തൻ ജ്യൂസ് ആണെങ്കിൽ ഭയങ്കര നല്ല ക്വാളിറ്റിയുള്ള ജ്യൂസ്. ഇതാണ് ജ്യൂസ്, ബാക്കിയെല്ലാം ജ്യൂസ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുറത്തിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു പ്രത്യേക ഫീലാണ്. ആ ജ്യൂസ് ഞാൻ കുടിച്ചു. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ എസ്പെഷ്യലി വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെനു ആണ് ഇത്. ബാലൻസ്ഡ് ആണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഒരു ഫ്രൂട്ട് ജ്യൂസും ഒരു എഗ് ദോശ ആകുമ്പം കാര്യമായിട്ട് പണിയൊന്നുമില്ല, ബാലൻസ്ഡ് ആണ്. അപ്പോൾ ശരി, ബൈ, പിന്നെ കാണാം.